4 മിനിറ്റ് വേണ്ട നമുക്കൊരു തക്കാളി ചമ്മന്തി ഉണ്ടാക്കാൻ. 2 തക്കാളിയും 2 സവാളയും എടുത്ത് കഴുകി അരിഞ്ഞതിന് ശേഷം ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടാക്കി അതിലേക്ക് എണ്ണ ഒഴിക്കുക. എണ്ണ ചൂടായ ശേഷം കടുക് ഇട്ട് വറക്കുക. കടുക് വറുത്തതിന് ശേഷം അതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ച തക്കാളിയും സവാളയും ചേർക്കാവുന്നതാണ്. ആദ്യം സവാള മാത്രം ചേർക്കുക. തക്കാളിയും സവാളയും ഒരുമിച്ചിട്ടാൽ സവാള വെന്ത് വരാൻ താമസമെടുക്കും. അതുകൊണ്ടാണ് ആദ്യം സവാള മാത്രം ഇട്ട് വഴറ്റുന്നത്. ഇതിലേക്ക് നമുക്ക് അല്പം ഉപ്പ് കൂടി ചേർക്കേണ്ടതായിട്ട് ഉണ്ട്. ഉപ്പിട്ടതിന് ശേഷം വീണ്ടും ഇളക്കുക. സവാള പാകമായതിനു ശേഷം നമുക്ക് അതിലേക്ക് അരിഞ്ഞു വെച്ച തക്കാളി കൂടി ചേർക്കേണ്ടതുണ്ട്. തക്കാളി മാത്രമായിട്ടും നമുക്ക് വേണമെങ്കിൽ തക്കാളി ചമ്മന്തി ഉണ്ടാക്കാം. പക്ഷേ സവാള കൂടി ചേർക്കുമ്പോൾ അതിന് രുചി കൂടും എന്നതിനാലാണ് നമ്മൾ സവാള കൂടി ചേർക്കുന്നത്. തക്കാളിയും സവാളയും നന്നായിട്ട് ഇളക്കുക. തക്കാളി ഇടയ്ക്കൊന്ന് തവി വെച്ച് ഉടച്ച് ചേർത്ത് കൊടുക്കുക. ഇനി നമുക്ക് വേണ്ടത് ഇതിലേക്ക് 1 സ്പൂൺ മുളക് പൊടി കൂടി ചേർക്കേണ്ടതുണ്ട്. മുളക് പൊടി ചേർത്തതിന് ശേഷം വീണ്ടും നന്നായി ഇളക്കുക. മുളക് പൊടിയും സവാളയും തക്കാളിയും നന്നായി വെന്ത് പാകമായി വരുന്നുണ്ട്. ഇത് നമുക്ക് ചോറിനോടൊപ്പം മാത്രമല്ല ഏത് ആഹാര സാധനത്തിനോടൊപ്പം വേണമെങ്കിലും കഴിക്കാവുന്നതാണ്. നമ്മുടെ തക്കാളി ചമ്മന്തി റെഡിയായിട്ടുണ്ട്. 4 മിനിറ്റ് പോലും വേണ്ടി വരുന്നില്ല ഇത് നമുക്ക് തയ്യാറാക്കാൻ. കുഞ്ഞുങ്ങളൊക്കെ ഉള്ളവർക്ക് പെട്ടെന്നൊരു കറി ഉണ്ടാക്കണമെങ്കിൽ തക്കാളി ചമ്മന്തി